ഹലോ. അങ്ങനെ 17 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയും കൂടെ ഒരുമിച്ച് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നൊരു സിനിമ എന്ന രീതിയിൽ അനൗൺസ്മെൻറ്റ് സമയത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമയായിരുന്നു പേട്രിയറ്റ്. അപ്പം ആ ഒരു സിനിമയെപ്പറ്റി പറയുവാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വേർഡ് ഓഫ് മൗത്ത് ആണെങ്കിലും മൊത്തത്തിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിവ്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ട ഒരു സ്ഥിതിക്ക് വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ ഇത്രയും നെഗറ്റീവ് വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവ് അർഹിക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഈ ഒരു സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയം മുതൽ തന്നെ ഇതൊരു അതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്ന മേക്കേഴ്സ് പറയാണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതൊരു മമ്മൂക്ക ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മമ്മൂക്ക ഓറിയൻറ്റഡ് സിനിമയാണ്. അതിനകത്ത് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പിന്നെ ലാലേട്ടൻ്റെ കാമിയോ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലായിരിക്കും വരിക എന്നുള്ള രീതിയിലായിരുന്നു സൂചനകൾ പുറത്തു വന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സിനിമ പിന്നെ ഇതിനകത്ത് കുറേ കാസ്റ്റുകളുണ്ടായിരുന്നു. രേവതി, പിന്നെ നമ്മുടെ നയൻതാര, രാജീവ് മേനോൻ, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബിൽഡപ്പ് കിട്ടുന്ന രീതിയിലുള്ള കുറേ കാസ്റ്റുകൾ. അപ്പം അങ്ങനെയുള്ളൊരു കാസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാൻ ശ്രമിക്കാം. അപ്പം ആദ്യത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഇപ്പം തുരുതുരെ കുറേ ക്യാമിയോസ് ചെയ്ത് കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി കുറേ ചിത്രങ്ങൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ജയിലർ പോലുള്ള സിനിമകളിലൊക്കെ പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ മികച്ചു നിന്നു. അത് കഴിഞ്ഞിട്ടും ഇതിന് മുന്നേ ലാസ്റ്റ് വന്നൊരു ക്യാമിയോ റോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ദിലീപിൻ്റെ ബബ്ബ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെ റോളിൽ പുള്ളിക്ക് കുറേ വിമർശനങ്ങൾ വാങ്ങി. അപ്പം അങ്ങനെ നിൽക്കുമ്പം എനിക്ക് പറയാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സംവിധായകരെ, ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു നടൻ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം തരുന്ന അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഒരു പുൾ ഓഫ് തരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിയെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ സിനിമ ഏത് രീതിക്ക് വേണമെങ്കിലും പോകും. അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബാബാബായും ഈ പേട്രിയറ്റ് എന്നും പറയുന്നത്. അപ്പം ഇതിനകത്ത് ലാലേട്ടൻ്റെ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ വന്നുപോയ സീനുകളെല്ലാം എനിക്കൊരു സീറോ ഇമ്പാക്റ്റാണ് വന്നുപോയത്, ഒരു സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ. അപ്പം മൊത്തത്തിൽ ഈ ഒരു സിനിമയെ പറ്റി പറയുവാണെങ്കിലും ഞാനിപ്പോൾ ഒരു നീളത്തിലൊരു വര വരച്ച് കഴിഞ്ഞാൽ ആ ഒരു വര എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു സിനിമ ഫീൽ ചെയ്തത്. ഒരിടത്തും ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റോ എനിക്ക് കിട്ടിയില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ BGM വളരെ മികച്ചതിന് നിന്നിരുന്നു. ഒരു അനിരുദ്ധിൻ്റെ എന്താ പറയുന്ന ഒരു ചെറിയ ടച്ചൊക്കെ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സിൻ്റെയൊക്കെ പ്രകടനത്തെ പറ്റി പറയുവാണെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു പഴയ മമ്മൂക്കയെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിച്ചില്ല. പെർഫോമൻസ് വൈസ് ആണെങ്കിലും എനർജി ആണെങ്കിലും പുള്ളി ഒരു വലിയ അസുഖത്തിന് ശേഷം തിരിച്ചു വന്ന് അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന രീതിയിലാണ് നമുക്കിതറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ പുള്ളിയിൽ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ എന്നിരുന്നാലും പുള്ളി വന്ന കുറച്ച് ഫൈറ്റ് സീനുകൾ നന്നായിട്ട് ചെയ്തു. എസ്പെഷ്യലി നമുക്ക് ഈ മനീഷ് നാരായണൻ, നമ്മുടെ ഈ സംവിധായകനെ പറ്റി പറയുവാണെങ്കിൽ ടേക്ക് ഓഫ്, പിന്നെ സി യു സൂൺ, അങ്ങനെ ഒരുപിടി മികച്ച മാലിക്, അങ്ങനെ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ചെയ്തൊരു സംവിധായകനാണ്. പുള്ളി ഒരു എഡിറ്ററാണ്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്, എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് സംവിധായകൻ്റെ ഒരു സ്റ്റാമ്പ് പതിപ്പിക്കാൻ പറ്റിയൊരു സീൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിയുടെ ആ ഒരു ഫ്ലൈറ്റിലൊരു ഫൈറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് സീനുകളിൽ പുള്ളിക്ക് ആ ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ പറ്റി. പക്ഷേ ചില സീനുകളിലല്ലോ സിനിമ പൂർണ്ണമായിട്ട് എല്ലാ സീനുകളും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു കംപ്ലീറ്റ് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് വന്നു. എസ്പെഷ്യലി നമ്മൾ ലാലേട്ടനെ കാണാനുള്ള ഒരു പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞാൽ വളരെ നിരാശ തന്നെയാണ് ഈ സിനിമ നൽകുന്നത്. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു ആവറേജ് അനുഭവമാണ് നൽകുന്നത്. ഈ ഫഹദിൻ്റെ കോർപ്പറേറ്റ് സ്റ്റൈലിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടുപഴകിയ പല സിനിമകളിലും വന്നു പോയിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു അഭിനയ നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ പേരെടുത്ത് പറയുവാണെങ്കിൽ തമിഴിലെ വേലക്കാരൻ സിനിമ, പിന്നെ അതിന് മുന്നേ ചെയ്ത എന്താ പറയുന്നത് ഇമ്മാനുവൽ, ആ ഒരു ടൈപ്പിലുള്ള ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ കഥാപാത്രമാണ് ഫഹദ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ട്രാൻസിലെ സിനിമയിലെ ചില മാനറിസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ആവർത്തന വിരസത കൂടി ഫഹദിൻ്റെ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേന് എനിക്കും ഒരു ആവറേജ് അനുഭവമാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ. ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ പോയ ഒരു സിനിമ കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു ദൈർഘ്യം ആ ഒരു പ്രേക്ഷകനെ മടുപ്പിക്കുമെന്നുള്ള രീതിയിൽ യാതൊരു സംശയമില്ല. കാരണം 3 മണിക്കൂർ 5 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം. അപ്പം എഡിറ്റിങ്ങിൽ കുറച്ച് പോരായ്മകൾ, പക്ഷേ പടം ടെക്നിക്കലി വളരെ നല്ല ക്വാളിറ്റി പുലർത്തിയിരിക്കുന്നു. അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും വളരെ മികച്ചതാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഇവിടെയുമായിട്ട് ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്തിനാണ് നയൻതാരയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് നമുക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അതിനകത്ത് ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും, സാധാ ഒരു നടി വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഒരു ഇമ്പാക്റ്റും ഇല്ലാണ്ട് തന്നെ പോകുന്ന ഒരു ക്യാരക്ടറാണ് നയൻതാര വന്നിട്ട് 1-2 സീനുകളിൽ അഭിനയിച്ചിട്ട് പോയത്. അപ്പം പിന്നെ വേറൊരു ഈ ഒരു സിനിമയിലെ ത്രൂ ഔട്ട് പോസിറ്റീവ് എന്ന് എനിക്ക് പറയാൻ തോന്നിയത് നമ്മുടെ രാജീവ് മേനോൻ്റെ മന്ത്രിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിയാണ് ഈ ഒരു സിനിമയിൽ മൊത്തത്തിലൊരു എനർജി കാണിച്ച മനുഷ്യൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഫഹദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫഹദിനൊപ്പം തന്നെ അത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. പിന്നെ കുഞ്ചാക്കോ ബോബൻ എന്തിനോ വേണ്ടി വന്നു, എന്തിനോ വേണ്ടി അഭിനയിച്ച പോയൊരു സിനിമ പോലൊരു ഫീൽ. അങ്ങനെ കുറേ ത്രൂ ഔട്ട് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്ന പോലത്തെ ത്രൂ ഔട്ട് വളരെ ബിഗ് നെയിംസ് ആണ് സിനിമ മൊത്തം വരുന്നത്. മൊത്തത്തിൽ എന്താ പറയുക, നമ്മളൊരു പ്രതീക്ഷയില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ കണ്ടിറങ്ങി വരാം, കണ്ടിരിക്കാം എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഒരു സിനിമ. അതായത് ഒരു ഇമ്പാക്റ്റും
എന്താ പറയുക, നമ്മളും മലയാളികൾ ഇത്രയും നാൾക്ക് ശേഷം ബിഗംസിനെ സ്ക്രീനിൽ കാണുമ്പം അത് കുറച്ച് ആഘോഷമാക്കാനും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡുമായിട്ട് ആ തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോകുകയോ വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.